ഞങ്ങൾക്ക് സങ്കടമാണ് മോനെ കാണുമ്പോൾ. ഞങ്ങൾ ഇവിടെ ഒത്തിരി താമസിച്ചപ്പോൾ തന്നെ വിളിക്കും, മോനെ എവിടെ എത്തി മോനെ, എങ്ങനെയാണ് മോനെ സൂക്ഷിച്ചു പോകണം കേട്ടോ. അത് പഴയ സൈക്കിളുമാണ്. നമ്മുടെ മുന്നിലൂടെ പോകുന്നത് സൊമാറ്റോയുടെ ഒരു ഡെലിവറി ബോയ് ആണ്. സൈക്കിളിലാണ് ഡെലിവറി നടത്തുന്നത്. ഒരുപാട് ദൂരം സൈക്കിളിൽ പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ സൈക്കിളിൽ പോയെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഒത്തിരി ദൂരം സഞ്ചരിച്ചാലാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുക. ഈ സൈക്കിളിൽ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവാന്ന് അറിയില്ല. ഞങ്ങൾക്ക് സങ്കടമുണ്ട്. എന്താ വെച്ചാല് ഒരു സൈക്കിളും ചവിട്ടി ഇങ്ങനെ മഴയത്തും ഇതൊക്കെ ഒരുപാട് ജോലി എടുത്തിട്ടുണ്ട് കേട്ടോ, പല പല ജോലിക്കും. പക്ഷെ ഈ കൈയുടെ ഒരു പ്രശ്നം കൊണ്ട് കുറെ കഴിയുമ്പോ അത് ഞങ്ങൾ ഈ കൈ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റി വെച്ചേക്കണേ. ഇത് ഒരുപക്ഷെ നമ്മളുടെ ശ്രദ്ധയെ ആകർഷിച്ചത് ഈ ഇങ്ങനെ സൈക്കിളിൽ ഓടിച്ചു പോകുന്ന ഒരു ഡെലിവറി ബോയ് അധികം കാണാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാള് സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ കുടുംബം പോറ്റാൻ പാടുപെടുന്നതൊക്കെയാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് ഈ ബോയിയെ കൊണ്ടുവന്നത്. സൊമാറ്റോ ഡെലിവറി ബോയ് ആണ് സോജൻ. സോജന് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 60 കിലോമീറ്ററോളം ഈ ഫോർട്ട് കൊച്ചി ഭാഗത്ത് സഞ്ചരിക്കേണ്ടതുണ്ട്. സോജൻ ഈ സഞ്ചരിക്കുന്നതൊക്കെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സോജൻ ഈ പരിമിതികൾ വെച്ചിട്ട് കുടുംബത്തെ സംരക്ഷിക്കേണ്ടി വന്നത് അച്ഛനും അമ്മയ്ക്കും പ്രായമായി, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഞങ്ങളുടെ സന്തോഷമാണ് ഇത്. എല്ലാവരും പറയും എല്ലാ മക്കളും ഇങ്ങനെ പണിയൊക്കെ എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണിക്കും. നല്ല മക്കള് അവരുടെ അപ്പന്മാരും അമ്മമാരും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാവരും ഞങ്ങൾക്കൊക്കെ മക്കളുണ്ട്, ഞങ്ങളുടെ മക്കൾക്കൊക്കെ ഒരു കുറവുമില്ല, എന്നാലും നിങ്ങളെ നോക്കണ പോലെ നിങ്ങളുടെ ഒരു അനുഗ്രഹമായിട്ട് നിങ്ങളുടെ മകനെന്ന് അന്ന് എല്ലാവരും പറയുമായിരുന്നു. സോജൻ ഏത് ടൈം മുതലാണ് ശരിക്കും സൊമാറ്റോയിൽ ജോലി നോക്കി തുടങ്ങിയത്? ഒരു ജോലിക്ക് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ആ ജോലി ചെയ്തിട്ട് അവർക്ക് തൃപ്തി എത്താനുള്ള ചെയ്തിട്ടും അത് ക്ലിയർ ആകുന്നില്ലെന്ന് അവര് പറഞ്ഞു. അതൊരു വണ്ടിയുടെ ഷോറൂമിലായിരുന്നു, സെയിൽസ് അല്ല സർവീസില്. അപ്പൊ എന്നോട് ദിവസം പുള്ളി എന്നോട് പറഞ്ഞ് ഒരു മീറ്റിംഗ് വെച്ചായിരുന്നു. പുള്ളി ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് പുള്ളി ഒരു മീറ്റിംഗ് വെച്ചായിരുന്നു. എടോ തന്നെ ഇവിടെ നിർത്തിയേക്കണത്, തന്നെ അത് പോലെ ചെയ്യുമെന്ന് ഉറപ്പുകൊണ്ടുമാണ് ഞാൻ തന്നെ ഇവിടെ നിർത്തിയേക്കണത്. അയാളെ പറഞ്ഞു വിട്ടിട്ടാണ് എന്നെ നിർത്തിയത്. അപ്പൊ പുള്ളി പറഞ്ഞ് ഇനി ഇങ്ങനെയായാൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്, ഞാൻ തന്നെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ അയാളെ തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഉള്ളിലൊരു വിഷമം തോന്നി. അപ്പൊ ഞാനത് ആ നിന്ന ദിവസം വരെയുള്ള ശമ്പളം മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു പോവാണ് സാർ, ആരെന്ന് വെച്ചാൽ കേട്ടിക്കോളാം ഞാൻ പറഞ്ഞു. ആ ജോലി ശരിക്കും ചെയ്യാൻ പറ്റാത്തത് സോജന്റെ കൈയുടെ പ്രശ്നം, എന്റെ കൈയുടെ പ്രശ്നം കൊണ്ടാണ്. ചെയ്യുന്നുണ്ട് ഞാൻ, പക്ഷെ എനിക്ക് അടിയിലെ ഈ റെയിൻബോട്ടൊക്കെ വണ്ടിയുടെ അടിയിൽ ഓയിൽ വിടുന്ന ഒരു ബോൾട്ട് ഉണ്ട്, ഈ RN5 അങ്ങനെയുള്ള വണ്ടികളുടെ അടിയിൽ വലിയ റെയിൻബോട്ടാണ്. അത് അഴിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്.